കന്നുകാലികളിൽ ഉണ്ടാകുന്ന HS രോഗം ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗം പെട്ടെന്നില്ലാതാക്കിയതോടെ പകച്ചു നിൽക്കുകയാണ് ക്ഷീരകർഷകനും മാങ്കുളം സ്വദേശിയുമായ നെല്ലിക്കശ്ശേരി ബാബുരാജ്. ബാബുരാജിന്റെ 3 പശുക്കളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ HS രോഗബാധയേറ്റ് ചത്തത്. ഉണ്ടായ വലിയ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത്. ക്ഷീരമേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തി കുടുംബം മുമ്പോട്ട് കൊണ്ടുപോയിരുന്നയാളാണ് ബാബുരാജ്. 4 വലിയ പശുക്കൾ ബാബുരാജിനുണ്ടായിരുന്നു. 35 ലിറ്ററോളം പാൽ ഉൽപ്പാദിപ്പിക്കുകയും 1700 രൂപയ്ക്കടുത്ത് ദിവസേന വരുമാനം കണ്ടെത്തുകയും ചെയ്തിരുന്നയാളാണ് ഈ ക്ഷീരകർഷകൻ. എന്നാൽ കന്നുകാലികളിൽ ഉണ്ടാകുന്ന HS രോഗം ബാബുരാജിന്റെ വരുമാനം വഴിമുട്ടിച്ചു. HS രോഗബാധയേറ്റ് കറവിയുണ്ടായിരുന്ന 2 പശുക്കളും ഗർഭിണിയായിരുന്ന ഒരു പശുവും അടുത്തടുത്ത ദിവസങ്ങളിൽ ചത്തു. അസുഖം വന്ന് കഴിഞ്ഞ 10-ാം തീയതി, 12-ാം തീയതി, 16-ാം തീയതി എൻ്റെ 3 പശുക്കൾ മരിച്ചു പോയി. അതിൽ 2 കറവ പശുവും ഒരു കുത്തിവെപ്പിച്ച കിടാവുമാണ് മരിച്ചത്. ഇത് മഴക്കാലത്തുണ്ടാകുന്ന ഒരു വൈറസ് രോഗമാണ്. എല്ലാം കൂടെ 2 ലക്ഷം രൂപയുടെ നഷ്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. രോഗബാധയേറ്റ് പശുക്കൾ ചത്തതിലൂടെ 2 ലക്ഷത്തോളം രൂപ ഈ ക്ഷീരകർഷകന് നഷ്ടം സംഭവിച്ചു. പശുക്കൾ അസുഖബാധിതരായതോടെ ചികിത്സയ്ക്കായും പശുക്കൾ ചത്തതോടെ മറവ് ചെയ്യാനുമൊക്കെയായി 1/2 ലക്ഷത്തോളം രൂപയും ചിലവഴിച്ചു. ഇൻഷുറൻസ് പരിരക്ഷയിലൂടെ നഷ്ടത്തിന്റെ ആഘാതം കുറയ്ക്കാമെന്ന പ്രതീക്ഷ ബാബുരാജ് പങ്കുവച്ചു. ഉണ്ടായ നഷ്ടത്തിനൊപ്പം ഏറെ സ്നേഹിച്ച് പരിപാലിച്ചു വന്നിരുന്ന മിണ്ടാപ്രാണികളുടെ നഷ്ടം ബാബുരാജിനും കുടുംബത്തിനും വലിയ മനോവിഷമം കൂടിയാണ് നൽകുന്നത്. HS രോഗബാധയെപ്പറ്റി അറിവില്ലാത്ത ക്ഷീരകർഷകർ ഈ രോഗത്തെ പ്രതിരോധിക്കാൻ കന്നുകാലികൾക്ക് വാക്സിൻ ലഭ്യമാക്കി നൽകണമെന്ന് തന്റെ അനുഭവത്തിൽ നിന്നും ബാബുരാജ് പറയുന്നു. ഇനി ആർക്കെങ്കിലും ഇങ്ങനെ വരാതിരിക്കാനും സർക്കാർ വാക്സിൻ എല്ലാവർക്കും കൊടുക്കാനും വാക്സിൻ കിട്ടും. നമ്മൾ നിൽക്കുന്ന പശുവിന്റെ വാക്സിൻ നമ്മൾ തൊടുപുഴ പോയി കൊണ്ടുവന്ന് ചെയ്തതാണ്. അതുകൊണ്ട് വാക്സിൻ ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നമ്മൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ബാബുരാജിന്റെ കാലിത്തൊഴുത്തിൽ ഇനി അവശേഷിക്കുന്നത് ഒരു പശുവും 2 കിടാക്കളും മാത്രമാണ്. ഇവയ്ക്കും രോഗം വരാതിരിക്കാൻ തൊടുപുഴയിൽ നിന്നും വാക്സിൻ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകിയിട്ടുണ്ട്. പശുക്കളിലെ HS രോഗബാധ ആദ്യ സമയം ബാബുരാജ് തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെയാണ് രോഗബാധ തിരിച്ചറിഞ്ഞത്. ക്ഷീരമേഖലയിൽ തുടരുന്ന കർഷകരുടെ എണ്ണം ചുരുങ്ങി വരുന്ന സമയത്താണ് ഈ മേഖലയിൽ അതിജീവനം നടത്തിയിരുന്ന ബാബുരാജിന് പശുക്കളിലെ HS രോഗബാധ വിനയായത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.